ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 കപ്പ് പാലും 3/4 കപ്പ് പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഈ കൊക്കനട്ട് ലഡു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് പാലാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറും അതുപോലെ പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാലൊക്കെ ഇപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മുടെ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ അത് ലൂസായിട്ടാവും കേട്ടോ ഇരിക്കുക. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള പാലും പഞ്ചസാര മെൽറ്റായതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി അതിലെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ നല്ല പോലെ ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് 3 ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഫ്ലേവറും കളറും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ 3 ബൗളിലോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുകൊണ്ട് വൈറ്റ് കൊക്കനട്ട് ലഡു ഉണ്ടാക്കാം, അതായത് ഫ്ലേവറൊന്നും ആഡ് ചെയ്യാത്ത. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓയിലോ അല്ല നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം കൊക്കനട്ട് ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് ഫ്ലേവറും കളറും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് സ്ട്രോബെറി മിൽക്ക് മിക്സ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രോബെറിയുടെ ഫ്ലേവറും കളറും കിട്ടും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു 2-3 ഡ്രോപ്സൊക്കെ ഒറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറാണോ കളറാണോ ആവശ്യം അതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ സ്ട്രോബെറി ലഡു ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതിൽ ഞാൻ ചേർക്കുന്നത് പിസ്ത മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പിസ്തയുടെ ഫ്ലേവറും കളറും കിട്ടും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറും ഫ്ലേവറും ആഡ് ചെയ്യാം. പിന്നെ അടുത്തതിലോട്ട് ഞാൻ ചേർക്കുന്നത് മാംഗോ മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇതുപോലത്തെ മിൽക്ക് മിക്സൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ മതി. മാംഗോ മിൽക്ക് മിക്സും 3 ഡ്രോപ്സാണ് ഒറ്റിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കൊക്കനട്ട് ലഡു കിട്ടും. നമ്മളെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലഡു വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. പക്ഷേ ഒന്നും കൂടെ അടിപൊളിയാക്കാനും ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലഡു ജസ്റ്റ് അതിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലഡു കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമ്മൾ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതിയല്ലോ ഇത് ഉണ്ടാക്കാൻ. പാലും പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ലഡു ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് കേട്ടോ വിജയി തിരഞ്ഞെടുക്കുക. ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്